മനുഷ്യ, നിങ്ങൾ ഈ ഇന്റർവ്യൂവിന്റെ പേപ്പർ വന്നിട്ട് എന്താ പോഞ്ഞത്? ഞാൻ അറിയാതെ എന്തിനാ അപ്ലൈ ചെയ്തത് ജോബിന്? നിങ്ങളിപ്പോ വന്നിട്ട് 6 മാസത്തിന് മേലെയായില്ലേ? ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി എന്താ വേറെ പണിക്ക് പോകത്തേന്ന്. ആരെന്ത് ചോദിക്കാനാ? ഞാൻ 28 വർഷം പ്രവാസി ജീവിതം നയിച്ച ഒരാളാണ്. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? നിങ്ങൾക്ക് അതിന് മാത്രം പ്രായമൊക്കെ ആയോ? അതിന് ഞാൻ എന്തുവാടി, ഒരു കറവ പശുവായിട്ടാണ് നീ കാണുന്നത് എന്നെ? അതെന്ത് വർത്താനം പക്ഷെ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ പറയും, ഞാനേ ഇത്ര കാലത്തിനിടയ്ക്ക് ഒരു വീട് വെച്ച് അന്തസ്സായ ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുകയും ചെയ്ത്. പിന്നെയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അതിന് നിങ്ങൾക്ക് വിശ്രമ ജീവിതത്തിനൊക്കെ സമയമായോ? ഞാൻ ജോലിക്ക് പോകണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? ഞാൻ എവിടെയെങ്കിലും പോയാൽ നിന്റെ കൂടെ ആരാ ഉള്ളത്? നീ ഒറ്റയ്ക്കാകത്തില്ലേ? നമ്മുടെ മോളെ കുറച്ച് ദിവസം ഇങ്ങോട്ട് നിൽക്കാൻ വരുന്നെന്ന് പറഞ്ഞു. കൊള്ളാലോടി, നീ നല്ല അമ്മയാണല്ലോ. അപ്പോൾ അവളിവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അച്ഛനും അമ്മയും ആരും നോക്കൂടോ? അതൊക്കെ എങ്ങനെ നടന്നോളും? നമുക്ക് നമ്മുടെ കൊച്ചുമോനെ കളിപ്പിച്ചിരിക്കാമല്ലോ കുറച്ച് ദിവസം. ഡിയാ, അവൻ നമുക്ക് മാത്രമാണോ കൊച്ചുമോൻ? അവിടെ ഇല്ലേ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും? അതൊക്കെ നമ്മളെന്തിനാ ചിന്തിക്കുന്നേ? അതൊക്കെ ഉറപ്പായിട്ടും ചിന്തിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവൾ നമ്മുടെ മോളല്ലേ. ഉറപ്പായും പ്രശ്നങ്ങളുണ്ടാകും. എന്തെന്ന് വെച്ചാൽ അവളിപ്പോൾ ആ വീടുമായിട്ട് നല്ലപോലെ ഇണങ്ങിക്കഴിഞ്ഞ് അവളെ പിടിച്ച് നമ്മൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളോട് കുറച്ച് സ്നേഹക്കുറവാണ്. കല്യാണം കഴിഞ്ഞു പോയ പെമ്മക്കളെ പിടിച്ച് നമ്മുടെ വീട്ടിൽ നിർത്തി കഴിഞ്ഞാൽ അച്ഛന്മാർക്ക് അവരോട് സ്നേഹം കൂടുകൂടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അമ്മമാരുടെ സങ്കടം മനസ്സിലാക്കൂ.